വളരെ ആവേശം പറ്റി നിൽക്കുന്ന ഒരു സ്വീകരണ ചടങ്ങാണ് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഇവിടെ നൽകിയത്. മോഡി പലതരത്തിലുള്ള കുപ്പായവും ഒക്കെ ധരിക്കുന്നുണ്ട്. ഇനി കുഞ്ഞാപ്പിയും അതുപോലെ കുറച്ച് തൊപ്പിയും കുപ്പായൊക്കെ ഇട്ട് അവിടെ എത്തട്ടെ. അങ്ങനെ എന്താ പറയുക, അവിടെ നടക്കുന്ന മാരകമായ രോഗത്തിൻ്റെ ഒരു ചികിത്സ ഒരു ഒറ്റമൂലിയായി പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ ഇന്ത്യയുടെ പാർലമെന്റിൽ എത്തണം എന്ന നമ്മുടെ അതിയായ ആഗ്രഹം. അതിനാണ് വേങ്ങരയിലെ MLA ആയിരുന്നിട്ട് പോലും സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഒക്കെ ഒത്തൊരുമിച്ച് തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ഇവിടെ നിർത്തിയത്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി മത്സരിക്കാൻ പാടില്ലായിരുന്നു. കാരണം ഈ മലവെള്ളപ്പാച്ചിൽ കണ്ടാണ് പലരും മാറി നിന്നത്. ഞങ്ങളൊന്നും നിൽക്കണില്ല, ഏതായാലും ഈ ഒഴുക്കിൽ പെട്ടാൽ എല്ലാം നാം കൊടുക്കുന്ന പല ഗുരുകളും മറ്റൊക്കെ ഒലിച്ചു പോകുന്നുള്ളത് കൊണ്ട് അവരൊക്കെ തീരുമാനിച്ചു. പക്ഷേ ഈ സാധു പൈതൽ ഇതിൻ്റെ ഇടയിൽ നിന്ന് വരും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഏതൊരു കളി നടക്കുമ്പോഴും എപ്പോഴെങ്കിലും ഒന്ന് പന്ത് തൊടൂലേ, ഇത് വിസിലൂതി ടച്ചിട്ടത് തൊട്ടിട്ട് കളി കയ്യോളം പന്ത് തൊട്ടില്ല. ഇങ്ങനത്തെ ഒരു കളി നമ്മൾ ആദ്യമായിട്ട് കാണാം. എല്ലാ പന്തലിയും ഉണ്ടാവില്ല അല്ലേ, ത്രോക്കെങ്കിലും കിട്ടൂല, ഒരേ തൊടാൻ കഴിയില്ല, കോർണറിന് കിട്ടൂല. അതും പോട്ടെ, അബദ്ധത്തിൽ കൈക്കടിക്കുന്ന ആൻഡായിട്ട് തൊടുന്നറിയില്ല, അതും ഇനി അതൊക്കെ പോട്ടെ, ആ ടൈമിൽ സോഡ കുടിക്കാതിരിക്കുമ്പോഴേക്കും തൊട്ടൂടെ, അതും കിട്ടില്ല. അങ്ങനത്തെ ഒരു പന്തൽ ഇവിടെ ജന്മത്തിന് എപ്പോഴും കണ്ടിട്ടില്ല. അതല്ലേ പറയുന്നത്, ഫുട്ബോൾ കളി കഴിയുന്നത് വരെ തൊടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പലരും മാറി വന്നത്. ഹംസാക്കൊക്കെ കാഞ്ഞ വളവനാണ്. ഹംസാക്ക് വെറുതെ അല്ല വെട്ടുന്നത്. ഇപ്പൊ ഈ സമയത്ത് ഈ വയസ്സാം കാലത്ത് ഈ ഒരുപാട് വെട്ടേണ്ടതെന്ന് ഇവർക്ക് തോന്നിയതുകൊണ്ടാണ് ഇവിടെ നിന്നു. മാർക്സിസ്റ്റ് പാർട്ടി നന്നാമൊക്കെ എന്താ ചെയ്യേണ്ടത്, മാന്യമായ രാത്രിയൊക്കെ പറയാമായിരുന്നു. അവിടെ നിന്നൊക്കെ പോയി BJP പറയുന്നത് പോലെ പുറത്തിറച്ചിയൊക്കെ പറഞ്ഞ് മലപ്പുറത്ത് വന്നു. എന്താ നിങ്ങൾ കണ്ടില്ല, ഇതൊരു ചെറിയ സംഭവമാണോ? എന്നിട്ട് ഈ കണക്കുകൾ പറയാണ്. അത് കഴിഞ്ഞ ലീഡ് അത് സൈനബി അഹമ്മദ് സാഹിബ് മത്സരിച്ചത് എങ്ങനെ? അഹമ്മദ് സാഹിബ് കഴിഞ്ഞ പോസ്റ്റിലെ ഗ്രൗണ്ടിൽ നിറഞ്ഞു കളിക്കുകയായിരുന്നു. സൈനബ് ഗ്രൗണ്ട് അടിച്ചു വരികയായിരുന്നു. അതൊന്നും കൂടി കണക്കൂട്ടിയിട്ട് ഒരു കാര്യമില്ല, അത് കളിയലായിരുന്നു. ഇത് നിങ്ങളുടെ എല്ലാ ടീമും ഇറങ്ങി. ഷംസീർ വേങ്ങരയിൽ, അതുപോലെ നിങ്ങൾ നേതാക്കന്മാരൊക്കെ ഇറങ്ങി. ഞാനവിടെ വരാത്തത് ഓരോ MLA-ക്കും ഓരോ ബൂത്തല്ലേ, ഒരു മണ്ഡലല്ല, MLA-മാർക്ക് ബൂത്തുകൾ. അതുപോലെയുള്ളത് ഞങ്ങൾ ചെയ്തതായിരുന്നു. അതാ കൊടിയേരി പറഞ്ഞത് രാഷ്ട്രീയ ചർച്ച നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. പക്ഷെ ഇപ്പൊ വന്നപ്പോ അത് വർഗീയ ധ്രുവീകരണം. ഇത് നോക്കൂ, എന്താണ് നമ്മളൊന്നും ഇങ്ങനെ ഒരു വോട്ടിങ്ങിന്റെ നില അറിയാൻ TV-ക്ക് മുമ്പിൽ ഇരുന്നിട്ടില്ല. പെട്രോൾ പമ്പിലൊക്കെ മീറ്റർ മറിയണ ഏരിയയിൽ എങ്ങനെ മറിഞ്ഞ ഭൂരിപക്ഷം അല്ലെ, പൈസ കഴിയുമ്പോൾ ഒത്തിരി ടാങ്കി ഫുള്ളാകുക, വല്ലാത്തൊരു സംഭവം. ഇതുകൊണ്ട് അടിച്ചാളിന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അയാളെ മുഖത്ത് നോക്കിയിട്ട് പൈസ എണ്ണുമ്പോൾ ഒത്തിരി ടാങ്കി ഫുള്ളാകാൻ, ഫുൾ ടാങ്കി. എന്താ ചെറിയ സംഭവമാണ്. എണ്ണുമ്പോ ഇങ്ങനെ മാറി വരികയല്ലേ. ചില കൈകളിക്കാരൊക്കെ സമയത്ത് ഇത് കണ്ടു. അവരൊക്കെ പോയിട്ട് വർത്താനം കേട്ട് ഞെട്ടിപ്പോയി. ഇത് പറഞ്ഞെന്താണെന്നറിയാം, 10,000 വോട്ട് കിടക്കാൻ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ 20 വോട്ടിന് പിന്നിലാണ്. എന്ത് വർത്താനാണ്? എന്നാ 9,980 എത്തിക്കുന്നത് പറഞ്ഞപ്പോഴേ അതാണ് അതിന്റെ രസം. 9,980 വോട്ട് തന്നെ അത്ര എത്തിക്കണമെന്നാണ് പറയേണ്ടത്. എങ്ങനെ പറയുന്നത്? 10,000 വോട്ടിന് മുന്നിലെത്താൻ ഇപ്പോൾ UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി 20 വോട്ടിന് പിന്നിലാണ്. അങ്ങനെ പറയൂ. എന്നാലും ജയിച്ചിരുന്നത് സമയത്ത് വല്ലാതെ മാറ്റത്തെ അറിഞ്ഞോളി കുഞ്ഞാപ്പ് ജയിച്ചിരിക്കണം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുന്നത് നിങ്ങൾ അംഗീകരിച്ചത് പോലെ വലക്കില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു. നിങ്ങൾക്ക് എന്താ അംഗീകരിക്കാനൊക്കെ പണി? എന്നിട്ട് പറയും വോട്ടിന്റെ എണ്ണം കൂടി. എവിടെയാ നിങ്ങൾ ആരോടായി കണക്ക് പറയുന്നത്? SDPI-യും PDP-യും വെൽഫെയർ പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച സമീപനം എന്താണ് നിങ്ങൾ കാണുന്നതല്ലേ? താനൂരിൽ എന്താ ഉണ്ടായത്? 10 താമര വിരിഞ്ഞ സ്ഥലത്ത് V. അബ്ദുറഹിമാൻ ജയിച്ചപ്പോ ഈ വർത്തമാനം ഞങ്ങൾ കേട്ടില്ലല്ലോ. അവിടെ എന്താ വർഗീയ ധ്രുവീകരണമല്ലേ? 10 താമര കൗൺസിലർമാർ താനൂർ മുനിസിപ്പാലിറ്റിയിലുണ്ട്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടത്താണിയെ തോൽപ്പിക്കുമ്പോ ആ വോട്ട് എങ്ങോട്ട് പോയി? എന്തേ അവിടെ BJP ലീഡ് ചെയ്യാതെ പോയത്?
നമ്മളറിയാണ് നിർത്തിയ PDPക്കും നിർത്തിയ വെൽഫെയർ പാർട്ടിക്കും നിർത്തിയ SDPIക്കും നിന്നിട്ടും കുറച്ച് വോട്ടപ്പുറത്തേക്ക് മറിച്ചു. ആദ്യം കിട്ടുന്നത് കിട്ടിയില്ല. അപ്പൊ ഇതൊക്കെ ഒരു നാടക. ഇതിന്റെ വലിയ ഉസ്താദ് കേട്ടിട്ടില്ല. ഈ തിരക്കഥ സംവിധാനം മുമ്പർക്കത് എങ്ങനെയൊക്കെയാണ് പറയേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അല്ലേ, എന്തൊക്കെ പറയുന്നത്. കുറ്റിപ്പുറം പുഴ നമ്മൾ കടന്നു, താനൊരു കടലും ഞങ്ങൾ നീന്തി. ഇനി മലപ്പുറം കുന്നല്ലേ, അത് വന്നു മലപ്പുറം കുന്നിൽ അല്ലേ. എന്താ ഈ സ്ഥിതി? തിരിഞ്ഞു നോക്കുമ്പോ കഴിയുന്നില്ലല്ലോ. മാച്ചിട്ടുപാട്ടിക്കകത്ത് കൊടിയേരി പോലും പറഞ്ഞില്ലേ, ഇത് ഗവൺമെന്റിന്റെ വിലയിരുത്തലാണ്. വേങ്ങരയിൽ ഷംസീർ പറയുന്ന വാർത്താനുണ്ടല്ലോ വാട്സപ്പിലും ഫേസ്ബുക്കിലും. ഇത് ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന്റെ ഗവൺമെന്റിന്റെ പ്രവർത്തനം വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാണ്. ആരാ പറയാതെ ഉഴവൂർ വിജയം പറഞ്ഞല്ലോ, VS പറഞ്ഞല്ലോ, VS പറഞ്ഞില്ല. ആരാ പറയാത്തത്? ഒളിയം പോരഞ്ഞാണ് എല്ലാവരും പോയത്. അതാ ഇവിടെ കണ്ടത്. ഞങ്ങൾ മാന്യമായി കണ്ടോ, നേരത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എടുത്ത നേതാക്കളും പറഞ്ഞതുപോലെ കള്ള വോട്ട് ചേർത്തിട്ടില്ല, മൈച്ചൂര് വോട്ട് ചെയ്തിട്ടില്ല. കണ്ണൂരത്തെ തെരഞ്ഞെടുപ്പല്ലത്. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പോയവരൊക്കെ ഒന്ന് വോട്ട് ചെയ്ത് പോകും, പെരക്കാരെ കൂടി അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഇവിടെ എന്ത് റാഹത്തിലാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത്ര സന്തോഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ടോ? നമ്മളൊക്കെ വീട്ടുകാരികൾ വോട്ട് ചെയ്യാൻ ചെന്നപ്പോൾ അവരെ മക്കളെടുത്ത് തോളിലിടുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ചിത്രമാണ് നമ്മൾ മലപ്പുറത്ത് കാണുന്നത്. ഒരു സന്തോഷല്ലേ? ഡ്യൂട്ടിക്ക് വരികയാണ് ഇവിടെ. എന്നാ കണ്ണൂർ ഡ്യൂട്ടിക്ക് പോകുമ്പോ ഇൻഷൂർ ചെയ്ത് പോകണം. മലപ്പുറത്ത് അതില്ല. അങ്ങനെയാണ്. എന്റെ നാട്ടിലൊരു SI പോകുമ്പോൾ പറഞ്ഞു, സുബൈക്ക് കണ്ണൂരാണ് ഡ്യൂട്ടി, വിധി തന്നെ കാണാൻ. എന്താ ഇൻഷൂർ ചെയ്തിട്ടാണ് പോണത്? ഇവിടെ ആ സ്ഥിതി വന്നിട്ടില്ലല്ലോ. ഇവിടെ ആ സ്ഥിതി വന്നില്ല. ഇവിടെ ഏതെങ്കിലും ബൂത്തില് CCTV ക്യാമറ വെക്കേണ്ടി വന്നോ? ഇല്ലല്ലോ. ഇവിടെ ഏതെങ്കിലും പാർട്ടിക്കാരെ ബൂത്ത് ഏജന്റായി ഇരിക്കാൻ സമ്മതിക്കാതിരുന്നോ? മാന്യമായി തെരഞ്ഞെടുപ്പ് നടന്നു. കണ്ടോ, ശ്രീപ്രകാശിന്റെ ബൂത്തിൽ പോലും പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പയാണ് കോണിയിലാലിയത്. ഏലംകുളം മലക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ വാളിൽ പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പയാലിയത്. മലപ്പുറത്തെ ഹൈന്ദവ സഹോദരന്മാരുടെ വിശാല മനസ്കത നോക്കൂ നിങ്ങൾ. കണ്ടില്ലേ? ആറ്റപ്പൂ തങ്ങൾ നിർത്തിയ കോണി. എന്താ കൊടിയേരി എഴുതിയത്? യോഗിയെയും ഈ സൗഹാർദ്ദത്തിന്റെ ത്യാഗിയായ പൊന്നു തങ്ങളെയും ഇങ്ങനെ താരതമ്യം ചെയ്താൽ എന്താ പിണറായി കൊടിയേരിയിൽ ധരിച്ചത്? ഇവിടെ മലപ്പുറത്തുകാർ മാറി ചിന്തിക്കും. അവർക്ക് വേറൊരു കോലത്തിൽ കലക്കി പിടിക്കാനുള്ള ശ്രമമായിരുന്നു. അല്ലെങ്കിൽ വേണ്ടാത്ത സമയത്ത് ആ പ്രസ്താവന ഒരിക്കലും പറയാൻ പാടില്ല. ഈ യോഗി ആരാണെങ്കിലും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ തങ്ങളാരാണെങ്കിലും പഠിക്കേണ്ടിയിരുന്നു. എന്താണ്? ഖാദിയായ തങ്ങളും പൂജാരിയായ യോഗിയും രണ്ടും പറയുന്നത് ഒന്ന് തന്നെയാണ്. ആലോചിക്കണം നിങ്ങൾ. അതിനുള്ള ചുട്ട മറുപടിയാ മലപ്പുറം നൽകിയത്. എന്നിട്ട് അതിനെ കവികളായി പറയാ, ജാതീയമായ വോട്ടുകളാണ് പറയാ. നിങ്ങൾ ജയിച്ചാൽ അത് നല്ല സുതാര്യമായ മതേതരത്വത്തിന്റെ ജയം. ഞങ്ങൾ ഇവിടെ ജയിച്ചാൽ അത് വർഗീയതയുടെ ജയം. നോക്കൂ നിങ്ങൾ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ പല സ്ഥലത്ത് ഈ പറഞ്ഞ കക്ഷികളൊക്കെ ആർക്കാ പിന്തുണ നൽകിയത്? അവിടങ്ങളിലൊക്കെ സ്ഥിതി എന്താണ്? നായകൻ ഷൗക്കത്ത് ഇറക്കി വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ അതിന്റെ ഇരകളാണ്. എന്താണ് അവിടങ്ങളിലൊക്കെ ഈ ചെറു സംഘടനകൾ സ്വീകരിച്ച് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അവരൊക്കെ ലൈനെന്തായിരുന്നു? പക്ഷെ ഒരു അത്ഭുതമാണ് ഇവിടെ കണ്ടത്. എന്താ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ നമ്മോടൊപ്പം ഇത്ര. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇവിടെ, അതുപോലെ തിരുവങ്ങാടിയിൽ AK ആന്റണിക്ക് വേണ്ടി മുസ്ലിം ലീഗ്, ഈ പരസ്പര പൂരകമായുള്ള നമ്മുടെ ഈ ഒരു ഏർപ്പാട് അത് നടത്തിയാൽ CPM ഈ കേരള സംസ്ഥാനത്ത് അവരെ തൊടാൻ സാധിക്കില്ല. അവരെ 4000 കടപ്പിക്കാൻ കഴിയില്ല. ആ കോലത്തുള്ള വിജയം നമുക്ക് സുനിശ്ചിതമാണ്. നമ്മുടെ ഐക്യാണ്. അതാ മലപ്പുറത്ത് കണ്ടത്. കണ്ടില്ലേ? എണ്ണുന്ന സ്ഥലങ്ങളിലൊക്കെ ഗൾഫുകാരെ വിളിച്ചിട്ട് പറഞ്ഞു 2 കുപ്പൂസ് വിറ്റ് ചൂടാക്കി വന്നപ്പോ 35 ആണ്ട് കടന്നു. പോകുമ്പോ 20 പിന്നെ 35 ഒന്ന് കണ്ടും വീഴ്ച. എത്ര പെട്ടെന്നാണ്. എപ്പോഴെങ്കിലും ഒരിക്കൽ ലീഡ് ചെയ്യുന്നൊരു സ്ഥിതി. ഫൈസലിന്റെ അമ്മയായിട്ട് ചോദിച്ചത് ഇച്ചൊക്കെ നിന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് എന്തെങ്കിലും വെക്കണ്ടല്ലോ, എപ്പോഴെങ്കിലും ഇരിക്കണ്ടാവില്ലോ. ഒരു വോട്ടിനും ലീഡ് പാവായി പോയി. വല്ലാത്തൊരു സങ്കടമാണ്. എന്ത് കൊലച്ചതിയാ പൈതലുകൾ ചെയ്തത്? മാഷിച്ച് വേറെ എവിടെയൊക്കെ നിർത്തായിരുന്നു. പഞ്ചായത്തൊക്കെ വരില്ലേ?
വേറെ എവിടെയെല്ലാം തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. പാർലമെന്റിൽ ആരൊക്കെ ഞങ്ങൾ നിൽക്കുന്നത്? പാണ്ടിക്കടവൊക്കെ കുഞ്ഞാപ്പാനേറ്റ മഞ്ചലട്ട് മാറിയില്ലേ? മാറ്റിട്ടുമായിട്ട് ജന്മത്തിന് ഞങ്ങളൊരു കൂടി ഉണ്ടാവും. എവിടെയൊക്കെ വരുന്നത്? നിങ്ങൾ ചാനലിൽ ഞെളിഞ്ഞിരുന്ന് പറയാ എന്ത് ഞങ്ങൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടി ഏത് വെച്ചാ നിങ്ങൾ അടക്കുന്നത്? അതാ പറയണത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തലാകുന്ന കൊടിയേരി പറഞ്ഞല്ലോ, നിയമസഭയേക്കാൾ നിങ്ങളുടെ വ്യത്യാസം എത്രയാ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിയമസഭയേക്കാൾ ഇടതുപക്ഷത്തിലുണ്ടായ വ്യത്യാസം എത്രയാ? അതാണ് KT ജലീലും മറ്റുള്ളവരും പറയേണ്ടത്. പിന്നെ നിങ്ങൾ പറയുന്നൊരു വർത്താനം എന്താ? പിന്നെ പറയുന്ന അഹമ്മദിന്റെ ലീഡ് മറികടന്നില്ലല്ലോ. ഞങ്ങൾ ഈ ഇരിക്കുന്ന കുട്ടികളെ, ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തൊരു കണക്കുണ്ട്. അത് എത്രയെന്നറിയോ? 1.50 1.60 അല്ലേ? എല്ലാവരും പറഞ്ഞത് അതാ. 1.50 1.60 അത് 1.71 ആക്കി ഇല്ലേ? അത് ചെറിയ കാര്യം. ഈ ഇരിക്കുന്ന ആളുകൾ കൊടുത്ത കണക്ക്, ഞങ്ങളെ നീയത്ത്, ഞങ്ങളെ കൽപ്പിലുണ്ട് ഈ ചിത്രം. ഇത് എവിടെ വരെ എത്തുക? ഈ കുതുകൂലൊക്കെ നടത്തുമ്പോ, ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പറയുമ്പോ തീർച്ചയായും ഈ സബ്ജക്ട് വൈസിലുള്ള ഈ തെരഞ്ഞെടുപ്പ് വേറെ കലക്കലൊന്നുമില്ല. മാന്യമായി ഒരു ഞങ്ങളൊരു പ്രസംഗം നടക്കുന്നിടത്ത് ഇടതുപക്ഷത്തിന്റെ വണ്ടി അങ്ങനെ അനൗൺസ് ചെയ്തു. പെർമിഷൻ എടുത്താണെന്ന് നോക്കൂല നമ്മളെ. പക്ഷെ നമ്മൾ മാന്യത പുലർത്തി പല സ്ഥലത്തും നിർത്തി കൊടുക്കാനാണ് പതിവ്. ഒക്കെ ഇങ്ങോട്ട് വന്നാൽ അതാണ് ഇവരൊക്കെ ഭാഗത്ത് വന്ന് നോക്കണം. ഒരാൾക്കും പിന്നെ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അത് SDPI ആയാലും PDP ആയാലും വെൽഫെയർ പാർട്ടി ആയിരുന്നാലും ഒരാൾക്കും പിന്നെ കൂട്ടിരിക്കാൻ കഴിയില്ല. ഇവിടെ എല്ലാവർക്കും കഴിയാം. പാണക്കാട്ട് തങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് പൂര പാട്ട് പാടിയിട്ട് ഉടലോട് കൂടി ആൾക്ക് തിരിച്ചു പോകാം. ഏതാ മണ്ണ്? ഇതെല്ലാവർക്കും കഴിയും. നിങ്ങൾ കണ്ടില്ല ഉമ്മൻചാണ്ടിയുടെ നാട്ടിലെ രംഗം ടീമില് കൊണ്ടോട്ടിന്നില്ലേ? എപ്പോഴൊക്കെ അങ്ങനെ പിണറായി നാറ്റാൻ പറ്റും. ഒടുക്കത്തെ നാട്ടിലാണ്. അപ്പൊ അയാളെ നോക്കി കൊടുക്കുന്ന ആരോ പോയി നാളെ വിദേശി അയാളെ വീഴണമെന്ന്. അപ്പൊ നമ്മളൊക്കെ ദുബായിലത് തങ്ങളൊക്കെ അവിടെ ഇരിക്കണേ. ഞങ്ങളത് പോയ ഷെയ്ഖ് സാഹിബ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ വീടൊക്കെ കാണാൻ പോകും. അത് രസമാണ്. ഇവിടുത്തെ സുൽത്താൻ ഷെയ്ഖ് മറ്റേ പിണറായിന്റെ വീട് കാണാൻ വേണ്ടി പോയതാണ്. അത് ഈ വിദേശി. അതിനാണ് അയാൾ കുടുങ്ങി. കട്ടകാലത്തിന് അയാളോട്ട് ഇങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ തന്നെയാണ് പിണറായിയുടെ വീടിന്റെ മുമ്പിൽ ആയുധധാരിയെ കണ്ടുവരുന്ന ഒരാളെ കുറിച്ച് അറസ്റ്റ് ചെയ്യും. അതിനുശേഷം ഒരു തേങ്ങടലേറിന് കൂടി ആ ഇടയിൽ കൂടി പോയിട്ട് തേങ്ങട മൂന്നിട്ട് ആയുധം ഓനെ കണ്ടാലും ആയുധധാരി. എന്താ കാരണം? അമ്മാതിരി ഏർപ്പാടാണ് വെറുതെ. ഞങ്ങൾക്ക് എന്താ ഉമ്മൻചാണ്ടിയുടെ ആള് വരുമ്പോ പായാത്തത്? കുരുത്തക്കേട് ചെയ്തിട്ടില്ല. എന്താ ആയുധങ്ങൾ ഓടാത്തത്? 4 ആള് വരുമ്പോ ഇല്ലല്ലോ. നിങ്ങളുടെ തങ്ങളുടെ വീടിന്റെ മുന്നിൽ അരിവാൾ വരയ്ക്കുക. അതൊക്കെ കണ്ടില്ല നിങ്ങൾ ഫേസ്ബുക്കിൽ? തങ്ങളുടെ വീടിന്റെ മുന്നിൽ ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസും കൊടിയും വെക്കാം. പക്ഷെ നിങ്ങളുടെ ഘട്ടകത്തിന്റെ സ്ഥിതി എന്താ? CPIക്ക് പറ്റുമോ? ഞങ്ങളുടെ അവിടെ വെക്കട്ടെ. CPIക്ക് പറ്റുമോ? അപ്പൊ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ തരട്ട് തന്നെ ഇവിടെയുള്ള റാഹത്ത് അപ്പുറത്തുണ്ടാവില്ല. അവിടെ പ്രത്യേക സാഹചര്യമാണ്. ആരെയും നിർത്തൂലല്ലോ, ആരെയും വകവെക്കൂലല്ലോ. കണ്ടില്ലേ? കേരളത്തിലെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി ഇരിക്കണ സീറ്റിൽ നിന്ന് ഇറങ്ങിയില്ലല്ലോ. MLA-മാർ, പ്രതിപക്ഷ MLA-മാർ ഇരിക്കണോടത്തേക്ക് ചൂടായിട്ട് ഒരു മുഖ്യമന്ത്രി ഇരിക്കണോടത്തുനിന്ന് ഇറങ്ങിയത് ആദ്യമായിട്ടാണ്. ഇയാൾ ഖത്തീബാണ് നന്നായി. അല്ലെങ്കിൽ വിമർമ്മം ഇറങ്ങില്ല. ഇയാൾ ഏതാ മതം നൽകുന്നത്? പോക്കിരി രാഷ്ട്രീയാണ്. താന്തോന്നിത്വം. നരേന്ദ്രമോദി ഇങ്ങനെ കരുതിയിരിക്കുകയായിരുന്നു. ഇവരും കരുതിയിരിക്കുകയായിരുന്നു കുഞ്ഞാപ്പാക്ക് ക്ഷീണം വന്നാൽ മലപ്പുറത്ത് UDF-ന്റെ ലീഡ് കുറഞ്ഞാൽ ഏറ്റവും വലിയ ആഘാതം മോഡിക്കായിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് അവർ കാണുകയാണ്. കാരണം അവർ അഹമ്മദ് സാഹിബിനോട് കാണിച്ചൊരു അനീതി. അത് KT ജലീലിന്റെ വക സഹതാപല്ല. എന്താണ് എവിടുന്നാണ് അളന്നത്? എങ്ങനെ ഈ സഹതാപം അളക്കുന്നത്? ആലോചിക്കണം. 5,15,000 ഞങ്ങളെ വോട്ട്. 5,15,000. ചില രാജ്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഇതെന്നറിയോ? ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളല്ല ജയിക്കുക. ചില രാജ്യങ്ങളിൽ പോൾ ചെയ്തതിന്റെ 50% അപ്പുറം കിട്ടിയാലാണ് ജയിക്കുക. അങ്ങനെ